ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസമായി എൻ്റെ കമൻറ്റ് ബോക്സിൽ കിടക്കുന്ന ഒരു കമൻറ്റാണ് ബാത്റൂം ഡീപ്പ് ക്ലീനിങ് ചെയ്യുമോ എന്നുള്ളത്. അപ്പം ഞാനൊരു 2-3 ദിവസം സമയം ചോദിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇന്ന് ഏതായാലും ഞാൻ ആ ഒരു വീഡിയോ ആട്ടാ ചെയ്യുന്നത്. ബാത്റൂം ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു ടാസ്ക്കാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ കുഴൽക്കിണറിലെ വെള്ളം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര കഴുകി വൃത്തിയാക്കി വെച്ചാലും ആ ഒരു നനവ് മാറുമ്പം അതിൻ്റെ ആ ഒരു സ്റ്റെയിൻ കാണും. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു വിഷമവും ആരെങ്കിലും വന്ന് കയറിയാൽ തന്നെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടായിന്. ഇതിനിടെ ഞാനൊരു വീഡിയോ കണ്ട സമയത്ത് ആ സ്റ്റെയിൻ എങ്ങനെ മാറി കിട്ടും എന്നുള്ളൊരു ചെറിയൊരു ടിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ അത് ഞാനിപ്പം കുറച്ച് നാളായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ പിന്നീട് ടൈലിന് ഉണ്ടാവുമോ അതൊന്നും എനിക്കറിയില്ല. പൂപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവുമോ ഒന്നും അറിയില്ല. അതിനെക്കുറിച്ച് ആരെങ്കിലും അറിയുന്നവർ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അതിനെക്കുറിച്ച് പറയണം കേട്ടോ. ബാത്റൂം ക്ലീനിങ്ങിന് ഞാൻ ഉപയോഗിക്കുന്നത് ഒരൊറ്റ സാധനം മാത്രമാണ്. ക്ലോറെക്സലോ അല്ലെങ്കിൽ ഹാർപ്പിക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉപയോഗിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഈ 2 സാധനം ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല പണി കിട്ടീന്. കെമിക്കൽ റിയാക്ഷൻ നടന്ന് ഞാനന്ന് ചത്തു പോകേണ്ടതാണ്. സത്യം പറഞ്ഞാൽ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. അതിനുശേഷം ഞാൻ ഈ സബീമിനെപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ബാത്റൂം മൊത്തം, നമ്മുടെ യൂറോപ്യൻ ക്ലോസറ്റിലായിക്കോട്ടെ, സാധാരണ ക്ലോസറ്റ് ആയിക്കോട്ടെ, നില ആയിക്കോട്ടെ, വാൾ ടൈലായിക്കോട്ടെ എല്ലാം ക്ലീൻ ചെയ്യുന്നത് ഈ ഒരു സബീനെപ്പൊടി ഉപയോഗിച്ച് മാത്രമാണ് കേട്ടോ. ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് വാൾ ടൈലിലാണ്. അപ്പൊ എൻ്റെ ഈ വാൾ ടൈലിന് 2 തരം ബ്രഷ് ഞാൻ ഉപയോഗിക്കലുണ്ട്. ഈ ഒരു ടൈലിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇടക്ക് ഇങ്ങനെ കുണ്ടും കുഴിയും അങ്ങനെ ഒരു ഉള്ളതുകൊണ്ട് തന്നെ ഇതിനകത്തെല്ലാം അത്യാവശ്യം നല്ല അഴുക്കുണ്ടാവും. അപ്പൊ സാധാരണ ഒരു ബ്രഷ് കൊണ്ട് ഇതിനകത്ത് വൃത്തിയാവില്ല. അപ്പൊ ഇതുപോലുള്ള ഒരു ബ്രഷ് എടുത്തിട്ട് വേണം ഞാൻ ഇത് കഴുകാൻ. അതുകൊണ്ട് ഞാൻ ഈ ഒരു ബ്രഷാണ് ഈ ഒരു ഭാഗം തേച്ച് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നത്. ഇനി എന്റെ മണ്ടത്തരം കേട്ടാലോ, നമ്മളെ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ യൂറോപ്യൻ ക്ലോസറ്റാണ്. അപ്പം അതിൽ അത്യാവശ്യം നല്ല സ്റ്റെയിൻ ഉണ്ടായിന്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ക്ലോറക്സൽ ഉപയോഗിക്കലുണ്ട് ആ സമയത്ത്, ഹാർപ്പിക്ക് ഉപയോഗിക്കലുണ്ട്. അപ്പം ഞാനെന്ത് വിചാരിച്ചു, നല്ല ക്ലീൻ ആവട്ടെ എന്ന് വിചാരിച്ച് ഹാർപ്പിക്കിൻ്റെ കൂടെ കൊണ്ടുപോയിട്ട് ക്ലോറക്സും അങ്ങനെ ഒഴിച്ചു. 1 സെക്കൻഡ് പോലും വേണ്ടി വന്നിട്ടില്ല. കെമിക്കൽ റിയാക്ഷൻ ആരംഭിച്ചു. എനിക്ക് എന്ന് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ അതിൻ്റെ ഉള്ളാണെങ്കിൽ വേറെ എയിലേക്കൂടെയും എയർ പോകാനുള്ളൊരു വഴിയില്ല. ആകെ ഒരു കുഞ്ഞു ജനാല മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ആകെ പണിപ്പെട്ട് എൻ്റെ മൂക്ക് തൊണ്ട എല്ലാം പുകയാൻ തുടങ്ങി. ഞാൻ വേഗം ഡോറ് തുറന്ന് പുറത്തേക്ക് ഓടി. എന്നാ ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല. എൻ്റെ കുഞ്ഞു മോനെ ഉണ്ടായേ. അപ്പോൾ ഓനെ വേഗം റൂമിൽ നിന്ന് എടുത്ത് അപ്പുറത്തേക്ക് മാറ്റി. എന്തോ ഭാഗ്യത്തിന് സനിഷാട്ടിനുണ്ടായിനി. നമ്മൾ എന്തെല്ലാം ചെയ്തിനി എന്നുള്ളത് എനിക്ക് തന്നെ ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അന്ന് സത്യം പറഞ്ഞാൽ തട്ടിപ്പോണ്ട ഒരു അവസ്ഥ ഉണ്ടായത്. അതിനുശേഷം ഞാൻ ഇങ്ങനത്തെ കെമിക്കൽ സാധനങ്ങൾ ഒന്നും ഉപയോഗിക്കലില്ല കേട്ടാ. ഈ സബീനെ മാത്രം ഉപയോഗിക്കുക. സത്യം പറഞ്ഞാൽ ഞാനിത് പറയുമ്പോഴായിരിക്കും സനിച്ചേട്ടൻ വരെ ഈ സത്യം അറിയുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായത് ഹാർപ്പിക്കിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ് ഉപയോഗിച്ചത് എന്നുള്ള രീതിയിലാണ് ഞാൻ ആളോട് പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ ഇതാ ഈ ഒരു ഭാഗം വൃത്തിയായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നേരത്തതും ഇപ്പോഴത്തെ തമ്മിലുള്ള വ്യത്യാസം നല്ല ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും. നേരത്തെ അത്യാവശ്യം നല്ല കറി ഉണ്ടായിന്, ഇപ്പം അതെല്ലാം പോയിട്ടുണ്ട്. അപ്പം ഞാനൊരു ചെറിയ ഭാഗം മാത്രമായിട്ടാണ് കാണിച്ചത്. ഇനിയിപ്പം ബാക്കി ഏരിയയും കൂടി വൃത്തിയാക്കട്ടെ. ഇനി ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ടൈലിൻ്റെ ഭാഗമാട്ടോ ഒന്ന് കഴുകി കാണിക്കുന്നത്. അത് ഞാനൊരു സ്ക്രബ്ബറാണ് എടുക്കുന്നത്. നമ്മൾ ബാത്റൂം ടൈലെല്ലാം കഴുകുന്ന ഒരു സ്ക്രബ്ബർ തന്നെ. ഇങ്ങനെ ഒരു പിടിക്കാനില്ലേ നമുക്കൊരു സൗകര്യം കൂടി ഉണ്ട്. അപ്പോൾ ആ ഭാഗം കൂടി ഞാനൊന്ന് ഉരച്ച് കാണിച്ചു തരാം. അതിന് ശേഷം ഞാൻ ചുമര് മൊത്തം ഒന്ന് കഴുകിയതിന് ശേഷമേ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതും അത്യാവശ്യം നന്നായിട്ട് ഉരച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാനിതുപോലെ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എൻ്റെ നിഴലടിച്ചിട്ട് ക്ലിയർ ആവുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ ഈ എല്ലാ ടൈലും ജോയിൻറ്റ് വരുന്നതിൻ്റെ ഇടയ്ക്കെല്ലാം ചെറിയ നമ്മളെ ടൂത്ത് ബ്രഷ് ഇല്ലേ, അത് വെച്ചിട്ട് ഈ സബീന പൊടിയും കൊണ്ട് ഉരച്ചാൽ തന്നെ വൃത്തിയാവുന്നതേ ഇല്ല. നമ്മൾ വേറെ കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് ഇനി. പിന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടായേക്കാം, ഈ ഹാർപ്പിക് പോലുള്ള കെമിക്കലെല്ലാം ഉപയോഗിക്കാണ്ട് എങ്ങനെയാണ് ടോയ്ലറ്റ് എല്ലാം വൃത്തിയായിട്ടുണ്ടാവുകയെന്നില്ലേ. പക്ഷേ എനിക്കതിലൊരു സംശയമില്ല. ഞാനിപ്പോൾ 4 വർഷമായിട്ട് ഇതന്നെ ഉപയോഗിക്കുന്നത്. ചില സമയത്ത് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഫിനോയിലോ കാര്യങ്ങളോ ക്ലോസറ്റിൽ ഒഴിച്ചു കൊടുക്കലുണ്ട് എന്നല്ലാണ്ട് ഞാൻ വേറൊരു കെമിക്കൽ ഉപയോഗിക്കലില്ല കേട്ടോ. അത് സത്യമാണ്. അത് ഉപയോഗിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം മനസ്സിലാവും. നല്ലതായിട്ട് ക്ലീൻ ആവും. നമ്മൾ സാധാരണ ഹാർപ്പിക്കൽ ഉപയോഗിക്കുന്നതിനേക്കാളും നന്നായിട്ട് തന്നെ സബീന ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോയ്ലറ്റും എല്ലാം വൃത്തിയായിട്ട് തന്നെ ഉണ്ടാവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വാൾട്ടയിൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്ലോസറ്റ് ആട്ടാ വൃത്തിയാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് ഉപയോഗിക്കുന്ന സബീന തന്നെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ സബീനപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം എൻ്റെ കയ്യിൽ നിന്ന് വീണുപോയി. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ബ്രഷ് ഇട്ടിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. ഞാൻ ക്ലോസറ്റിൻ്റെ അകത്ത് ഒരു ബ്രഷും നമ്മൾ കാല് വെക്കുന്ന ആ സൈഡും ബാക്കിയുള്ള ഏരിയ ഇല്ലേ അത് വേറൊരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ്
ക്ലീൻ ചെയ്യുന്നത്. ക്ലോസറ്റിനകത്ത് ഈ ഒരു ബ്രഷാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതുപോലെ പുറത്ത് ഈ ഒരു ബ്രഷാണ് ഉപയോഗിക്കുന്നത്. ഇത് വെച്ചിട്ട് ഈ ഒരു ഏരിയ മൊത്തം ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ചളി ഇറങ്ങി വന്നിട്ടുണ്ട്, എത്ര ക്ലീൻ ആയിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് ആ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ഏരിയയും കൂടി ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള ഫ്ലോറിൻ്റെ ക്ലീനിങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ വാൾട്ടയിൽ കഴുകുന്ന സമയത്ത് കുറേ സബീനയും അതുപോലുള്ള കാര്യങ്ങളെല്ലാം താഴേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ വാളിൻ്റെ ചളിയും കാര്യങ്ങളെല്ലാം താഴെ ഉണ്ടാവും. നമ്മൾ എക്സ്ട്രാ സബീനപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി. അപ്പം ഞാൻ ഈ ഒരു ബ്രഷ് വാങ്ങിയിട്ട് ഏകദേശം 4-5 കൊല്ലമായിട്ടാണ്. ഇതുവരെ അതൊന്നും ആയിട്ടില്ല, പൊട്ടോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നല്ല ബ്രഷാണ്, നമുക്ക് നിന്നിട്ട് ഉരക്കാൻ നല്ല സുഖമാണ്. നടുവേദനയിലുള്ളവർക്ക് നല്ല ഉപകാരമാണ്. അപ്പം ഞാനിതാ വെള്ളമൊഴിച്ച് ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാനൊന്ന് ബക്കറ്റും അതുപോലെ ഈ വട്ടിയും കാര്യങ്ങളെല്ലാം ഒന്ന് കഴുകിയിട്ടും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഫ്ലോറ് ബാക്കി വരുന്ന ഏരിയ കഴുകിയിട്ടുള്ളത്. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണ്. അതിന് ശേഷം നമ്മൾ ഈ ഒരു വൈപ്പർ വെച്ചിട്ട് വലിച്ച് വെള്ളമെല്ലാം ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ടോയ്ലറ്റ് അതുപോലെ ബാത്റൂമെല്ലാം എല്ലാ സമയത്തും ഡ്രൈ ആയിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ടോയ്ലറ്റ് ഇതാ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. നമുക്കൊരു ഹാർപ്പിക്കോ അല്ലാത്ത കെമിക്കലോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമുക്ക് ഈ ഒരു സബീനപ്പൊടി കൊണ്ട് തന്നെ നമ്മളെ ടോയ്ലറ്റ് നല്ല വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ടൈലെല്ലാം ഒന്ന് ഉണങ്ങുമ്പോഴേക്ക് അതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ട് എന്നുള്ളത്. അതായത് നമ്മൾ കുഴൽക്കിണർ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു സ്റ്റെയിൻ എന്തായാലും ഉണ്ടാവും. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഈ ഒരു ടൈലിൻ്റെ മുകൾ ഭാഗം ഉണങ്ങിയിട്ടുണ്ട്, താഴെയാണെങ്കിൽ വെള്ളമാണ്. അപ്പം ഞാനൊരു ഐഡിയ കാണിച്ചു തരാം. ഞാനൊരു സ്ക്രബ്ബറിൽ കുറച്ച് എണ്ണ, നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതെടുത്തിട്ട് ആ ഉണങ്ങിയ മുകൾ ഭാഗത്ത് മാത്രം കുറച്ച് ഏരിയയിൽ മാത്രം ഒന്ന് ഇതുപോലെ തൂത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് താഴെ ഡ്രൈ ആകുമ്പോൾ നമുക്കിതൊന്ന് വന്ന് നോക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ മാറ്റം എന്താണെന്നുള്ളത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ്. അപ്പം നമ്മൾ ടോയ്ലറ്റിൽ ചെയ്യുമ്പം നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പം കണ്ടില്ലേ, ഉണങ്ങിയതിന് ശേഷം മുകളിൽ നമ്മൾ ആ എണ്ണ ഒഴിച്ച ഭാഗം നല്ല കളറുണ്ട്, താഴെ ഉണങ്ങുന്നോറും അതാ നമ്മളെ മുന്നത്തെ ആ ഒരു കളറ് വരുന്നുണ്ട് അല്ലേ, ആ ഒരു സ്റ്റെയിൻ വരുന്നുണ്ട്. അപ്പം നമുക്ക് ടോയ്ലറ്റിൽ മൊത്തം ഇതുപോലുള്ള ഏരിയയിൽ ഇപ്പം വെള്ള ടൈലായതുകൊണ്ട് കാണുന്നില്ല മുകളിലൊന്നും, പക്ഷേ എൻ്റെ താഴെ ഈ ഒരു കളറായതുകൊണ്ട് കാണും. അതുകൊണ്ട് ഞാൻ മൊത്തം താഴെ ഭാഗത്ത് ഇതുപോലെ എണ്ണ വെച്ചിട്ട് ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട്. ആ തൂത്ത് കൊടുക്കുമ്പോൾ നമ്മളെ കളറ് അതുപോലെ നമ്മളെങ്ങനെയാണോ ടൈല് പുതിയതായിട്ട് ഉണ്ടായത് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. വാൾ ടൈലിൽ മാത്രമേ ഈ ഒരു എണ്ണ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല കേട്ടോ, ഫ്ലോർ ടൈലിൻ്റെ കാര്യമല്ല ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഇതിലും നല്ല ടിപ്സുകളും ട്രിക്കുകളും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അതെല്ലാം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ ചെയ്യുന്ന രീതികളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.